Assalamualaikum. Welcome back to my YouTube channel. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തന്നെ മീഷോ ഹോൾ വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടിൻ്റെ വീഡിയോ കേട്ടോ. അതായത് നമുക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടിൻ്റെ വീഡിയോ ആണ്. ഐ ഓൾസോ വെയർ ചെയ്തിരിക്കുന്നത് മീഷോയുടെ ഒരു ഞാൻ എടുത്തിരുന്ന ഗൗണാട്ടോ. നല്ല ഗൗണല്ല, എനിക്ക് ഹൈനക്ക് നല്ല ഇഷ്ടമായി. ഐ തിങ്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ് ഹൈനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നെ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ വീഡിയോ മേ ബി ഇത് ഔട്ട് ആവുമായിരിക്കും, ഇതിന് മുമ്പ് മേ ബി ഔട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്താവും വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടല്ല എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിട്ട് എടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ അപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കണം. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും. നിങ്ങൾ ഓരോ ദിവസം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ സാധനം എത്തുന്നതാണ്. നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യില്ല, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. അപ്പം നമ്മൾ ആ ഒരു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും നമ്മൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. കാരണം ഞാൻ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ വലിയ ഡ്രീമായിരുന്നു ആ ഒരു കാര്യം എന്നുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എല്ലാം പൂവണിഞ്ഞു. സോ ഒരുപാട് പൂവണിഞ്ഞു എന്ന് പറയാനുള്ള നല്ലൊരു 25%ഓളം എനിക്കൊരു 75 കംപ്ലീറ്റ് ആവാനുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരുപാട് പറയാതെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന 5 പ്രോഡക്റ്റ് ആട്ടോ. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ആക്ച്വലി ഇതിന് മുമ്പ് ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സസ് ചൂസ് ചെയ്തിട്ട് എനിക്ക് അടാറ് വലുപ്പമായിരുന്നു. ഒരു ലാർജ് സൈസ് എക്സൽ സൈസിലാണ് എക്സസ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടല്ല ഷർട്ട് വന്നു. ആ ഒരു ഇതിൽ ഞാൻ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തതെല്ലാം സ്മോൾ സൈസായിട്ടാണ്. പക്ഷേ ഈ സൈസിൽ നമ്മുടെ ടീഷർട്ട് എടുക്കുമ്പോൾ സൈസ് ഇച്ചിരി കൂട്ടി പർച്ചേസ് ചെയ്യുക. സ്മോൾ എടുത്തു കഴിഞ്ഞാൽ ചെറുതായിരിക്കുന്നവർക്ക് എൻ്റെ സൈസൊക്കെ വരുന്നവർക്ക് ഒരു ഫിറ്റഡ് ആയിട്ടുള്ള ടീഷർട്ടായിരിക്കും. ഓവർ സൈസ് ടീഷർട്ട് എന്ന് അവന്മാരായിരിക്കും വെറുതെ, നിങ്ങൾ വലിയ സൈസ് എടുത്താലേ നിങ്ങൾക്ക് ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കുകയുള്ളൂ. അവർ വെറുതെ എഴുതിയൊക്കെയാണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടല്ല. പിന്നെ എല്ലാം എന്ന് ഞാൻ പറഞ്ഞാൽ ചിലതൊക്കെ ഓവർ സൈസ്ഡ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് കാണാം. ആദ്യത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയാനായിട്ട് ഇത് രണ്ടെണ്ണം വന്നേക്കുന്നതിൻ്റെ കൺഫ്യൂഷനാണ്. ഒരെണ്ണം 238, ഒരെണ്ണം 226 അപ്പം നമുക്ക് ബ്രാൻഡ് നോക്കി വേണം എൻ്റെ പ്രൈസ് നിശ്ചയിക്കാൻ. ഓക്കെ, ബ്രാൻഡൊന്നും എഴുതിയിട്ടില്ല. അപ്പം എനിക്കറിയില്ല കേട്ടോ, ഈ കോഡിൽ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഒരു ഷോപ്പിലുണ്ടായിരിക്കും 2 ഓർമ്മ. അതിൽ 230, 266 ഇതിലേതൊരു ഷർട്ടായിരിക്കും. അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്. എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. മീൻസ് ചെറിയൊരു ഓവർ സൈസ്ഡേ വരുള്ളൂ, വലുതായിട്ട് ഓവർ സൈസ്ഡായിട്ട് കിടക്കില്ല. ഇതാണ് ആദ്യത്തെ ടീഷർട്ട്. നല്ല ടീഷർട്ടാണ്. അപ്പം എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പർച്ചേസ് ചെയ്യാം. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ലോങ് ലാസ്റ്റ്, ഈ പ്രിൻ്റൊന്നും പോകില്ല. എത്രത്താളും വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഇടാൻ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുറത്തിടണമെങ്കിൽ പുറത്തിടാം. ഇനി നിങ്ങൾക്ക് അകത്ത് ഇത് വെയർ ചെയ്തിട്ട് പുറത്ത് ഇതുപോലെ വലിയ ഷർട്ടൊക്കെ വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയാൻ. ആഷ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് പോയിരിക്കുന്നത്. ഈ ആഷയിൽ ഒരു വൈറ്റും ഡാർക്ക് ആഷും ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറും പിന്നെ ഡാർക്ക് ആയിട്ട് ബ്ലാക്ക് കളറും കൂടെ മിക്സ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ എടുക്കുന്ന സൈസ് എല്ലാം വന്നിട്ട് സ്മോളാണ്. ഞാൻ അതിൻ്റെ റീസൺ ഏതാണ് പറയുന്നത്, കാരണം ഞാൻ പർച്ചേസ് ചെയ്തത് ആ ഷർട്ടിൻ്റെ ഓവർ സൈസ്ഡ് എന്ന് ഇതിനകത്ത് കണ്ടത് കൊണ്ട് ആ ഒരു ഓർമ്മയിലാണ് ഇത് സ്മോൾ പർച്ചേസ്. നിങ്ങൾ എൻ്റെ സൈസ് ഉള്ളവരാണെങ്കിൽ ഒരു മീഡിയം ലാർജ് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കുള്ളൂ. പക്ഷേ മെറ്റീരിയൽ വൈസൊക്കെ അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. സോ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്ന് ഞാൻ ഇട്ടേക്കുന്നത് അതേ കോമ്പിനേഷനുള്ള ഡ്രസ്സ് അല്ലേ, ബ്ലാക്കും ബ്ലൂവും സെയിം. ഇത് 228 അല്ലെങ്കിൽ 266 ഈ റേഞ്ച് വരുന്നതാണ് കേട്ടോ. ഇത് സെയിം മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. നല്ല ടീഷർട്ടാണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്.
ടോപ്പ് ക്വാളിറ്റി നോർമൽ ബനിയൻ വരുന്ന ആ ഒരു മെറ്റീരിയലല്ല വന്നേക്കണം. ഇത് സൈസ് ബനിയൻ മെറ്റീരിയൽ എന്ന് പറയാൻ പാടില്ലേ, ആ ഒരു സൈസ് നമ്മുടെ സ്പോർട്സുകാരൊക്കെ യൂസ് ചെയ്യുന്ന ആ ടൈപ്സ് ഓഫ് മെറ്റീരിയലാണ് വന്നേക്കണം. ആ മെറ്റീരിയലിനൊക്കെ എന്നാ പേര് പറയണമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ ആഷയിലെ ബ്ലൂ പ്രിൻ്റാണ് വന്നേക്കുന്നത്. നല്ല പ്രിൻ്റാണ് വന്നേക്കുന്നത്, നല്ല വൃത്തിയുള്ള പ്രിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതും വന്നിട്ട് വലിയ സൈസ് എല്ലാത്തിൻ്റെയും പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കിത് ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കുള്ളൂ. എല്ലാം ഇതൊന്നും ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കില്ല. ചെറിയ ടീഷർട്ടാണ് വന്നേക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 283 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് എനിക്ക് തോന്നുന്നു ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. കാരണം ഇതൊക്കെ വന്നിട്ട് ഞാൻ അതേപടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കയറ്റി വെച്ചതാണ്. ഇത് നോർമൽ ബനിയൻ മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പം ഞാൻ കാണിച്ച മെറ്റീരിയലല്ല വരുന്നത്, സാധാ നമ്മുടെ മെറ്റീരിയൽ. മറ്റേ നമ്മളുടെ സ്പോർട്സ് ഇത് ഓവർ സൈസ്ഡ് ആണ്. ഇത് ഞാൻ സ്മോൾ എടുത്താലും എനിക്ക് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമൊക്കെ പ്രതീക്ഷിച്ചാണ് ബാക്കിയെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തെങ്കിലും ആ വലിപ്പം കിട്ടിയില്ല. ഈ വലിപ്പം ഉണ്ട് കേട്ടോ, ഇതിന് വലിപ്പമുണ്ട്. ലണ്ടൻ എന്നൊക്കെ എഴുതുന്ന സൂപ്പറായിട്ടുള്ള ലണ്ടൻ അല്ലേ, അത് ലണ്ടൻ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടൊക്കെയുള്ള ഒരു ബ്ലാക്ക് ഷർട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ടീഷർട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, ബ്ലാക്ക് വൈറ്റ് നല്ല എടുപ്പല്ലേ. ഓക്കെ, എനിക്ക് ഇഷ്ടമായി. നല്ല ടീഷർട്ടാണ്. അതുപോലെ 238 രൂപയ്ക്ക് ഓക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടാണ്. ഇത് നിങ്ങൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ളത് എസ് തന്നെ പർച്ചേസ് ചെയ്താൽ മതി. എസ് ആണ് എടുത്തേക്കുന്നത് ഇത്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ കാണിച്ച രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി വലിപ്പം കൂട്ടി പർച്ചേസ് ചെയ്യാറില്ല. മേ ബി നിങ്ങൾക്ക് കയറാൻ ചാൻസ് ഇല്ല. കയറ് ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കില്ല കേട്ടോ. എൻ്റെ സൈസ് ഒരു സ്മോൾ ആട്ടോ. സ്മോൾ സൈസ് പർച്ചേസ് ചെയ്യേണ്ട. നിങ്ങളൊരു സൈസ് എപ്പോഴും കൂട്ടി പർച്ചേസ് ചെയ്യും, 1 or 2 കൂട്ടി പർച്ചേസ് ചെയ്താൽ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 187 രൂപയുടെ പ്രോഡക്റ്റാണ്. 187 രൂപയ്ക്ക് ഒരു പിങ്ക് ടീഷർട്ടാണിത്. ഇത് വന്നിട്ട് ഓവർ സൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇച്ചിരി എനിക്ക് ഇത് ഞാൻ മീഡിയം കേട്ടോ പർച്ചേസ് ചെയ്ത്. മീഡിയം പർച്ചേസ് ചെയ്തിട്ട് ഒരു ഓവർ സൈസ്ഡ് ആണ്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ഈ ടീഷർട്ടൊക്കെ ഞാൻ മേ ബി ടീഷർട്ട്സ് വേറെ ഉള്ളൂ, കാരണം ഒരു ലൂസ് കാണില്ല. മേ ബി ഇട്ട് കഴിഞ്ഞാൽ ഇതാണ്. ഇത് സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ്. ജസ്റ്റ് നിങ്ങളെ എങ്ങനെയുള്ള മെറ്റീരിയലാണെന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത്രയും കൊണ്ടുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ബിലീവ് എന്നൊക്കെ എഴുതിയിട്ട് 2 കാക്കയുടെ പടമൊക്കെ വരച്ചവർ വെച്ചിട്ടുണ്ട് താഴോട്ടും മണ്ടയിലോട്ടും ഒക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു ടീഷർട്ട്. പിങ്ക് കളറാണ് കേട്ടോ, ബേബി പിങ്ക് അല്ല, ഇച്ചിരി ഡാർക്ക് പിങ്ക് ആണ്. അപ്പം ഇതൊരു ബനിയൻ്റെ, ഇതെല്ലാം വേറെ വേറെ മെറ്റീരിയലാണ്. ഇതിനൊക്കെ എന്നാ മെറ്റീരിയലാണ് പറഞ്ഞത്, ബനിയൻ മെറ്റീരിയലാണ് എല്ലാം കേട്ടോ. അപ്പം നല്ലൊരു പ്രിൻ്റാണ് ഇതും വന്നേക്കുന്നത്. സോറി, നല്ല കളറാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യണ ഒരു എക്സൽ പർച്ചേസ് ചെയ്താൽ മാത്രമാണ്. അപ്പോൾ എക്സൽ ആരും പർച്ചേസ് ചെയ്യാൻ നിൽക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു സൈസിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കിത് ആ ഒരു സൈസിൽ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ എക്സലുകാർക്കൊക്കെ എന്താ എക്സൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ കറക്റ്റ് അളവിലേ കിട്ടുള്ളൂ. ഗായ്സ്, ഞാൻ മൈക്ക് കുത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇത്ര നേരം നിങ്ങൾക്ക് സംസാരിച്ച് ഇതിനകത്ത് ഓളിയും കിട്ടുമോ എന്നെനിക്കറിയില്ല. ഞാൻ മറന്നുപോയി മൈക്ക്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് എന്താണ് തുണി കിടക്കണതെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായി മൈക്ക് കൂത്താതെയാണ് ഇത്ര നേരം വായിട്ട് അലച്ചുകൊണ്ടിരുന്നത്. അപ്പം ഓൾമോസ്റ്റ് തീരുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ മൈക്കിൻ്റെ കാര്യം കണ്ട. ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഒരു പ്രോഡക്റ്റിന് വെയിറ്റ് ഒന്നുമില്ല. 268 രൂപയുടെ ടീഷർട്ടാണ് ഇത്. ഇത് 1 ഫിറ്റായിട്ടുള്ള ടീഷർട്ടാണ് ഇത്. എനിക്ക് കറക്റ്റ് ഫിറ്റ് എന്ന് പറയാം. ഓവർ സൈസ്ഡ് ആണ് അവർ എഴുതിയേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് 36 ആണ്. 36 എന്ന് പറയുമ്പോൾ ലാർജ് സൈസാണ് വരുന്നത്. ലാർജ് സൈസിൽ അതായത് 32 ആണ് സ്മോൾ, അല്ല 32 XS ആണ്, 34 S. അപ്പം ഞാൻ മീഡിയം എടുത്തേക്കുന്നത് 36 കേട്ടോ. മീഡിയം എടുത്തേക്കണമെങ്കിലും എനിക്ക് കറക്റ്റ് ഫിറ്റിൽ സ്മോളിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്മോളുകാരെ 2 സൈസ് കൂട്ടി പർച്ചേസ്, 2 സൈസ് അതായത് S ഉള്ളവരെ ലാർജ് പർച്ചേസ് ചെയ്താലാണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ലൂസ് ഫിറ്റിൽ കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഇനി ലാർജ് ഉള്ളവരാണ് XXL, XXL സൈസ് ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത്. അവർ ഓവർ സൈസിന് എഴുതി നിങ്ങളിങ്ങനെ ബ്ലാക്ക് എടുക്കുക, ലണ്ടൻ എഴുതി അവർ പറഞ്ഞില്ലേ, അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ഓക്കെ ഫൈൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൈസിന് ചൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാണിച്ച 4 ടീഷർട്ടും നിങ്ങൾ സ്മോൾ ഉള്ളവർ ഒരു XL അല്ലെങ്കിൽ ലാർജ് എടുത്താൽ മാത്രമാണ് ഓവർ സൈസ്ഡ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻ. ഇതൊക്കെ എനിക്ക് ഫിറ്റ് ആയിട്ടുള്ള ടീഷർട്ട് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ ഇത് കാണിക്കാൻ, പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഇത് കാണിക്കില്ല. കാരണം മേ ബി കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം സൈസില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തു. അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം ഓവറോൾ അടിപൊളിയാണ്. ഒന്നും ക്വാളിറ്റി കൊള്ളില്ല എന്ന് ഞാൻ പറയില്ല. സൈസിൻ്റെ വിഷയം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിന് മുമ്പ് ഞാൻ ഓവർ സൈസിൽ ഷർട്ട് പർച്ചേസ് ചെയ്തിട്ട് XS എടുത്തിട്ട് എനിക്ക് XXL അല്ല
XXL ലാർജ് XL സൈസിലാണ് എനിക്ക് വന്നത്. ഭയങ്കര വലിയ ഷർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഓവർ സൈസ്ഡ് എന്ന് അവർ എഴുതിയിട്ടുണ്ടെങ്കിലും ഓവർ സൈസ്ഡല്ല. അപ്പോൾ അത് നോക്കി പർച്ചേസ് ചെയ്യുക. ഇതുപോലെ യൂട്യൂബേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത ആരുടെയെങ്കിലും അനുഭവങ്ങളോ റിവ്യൂസൊക്കെ കേട്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊക്കെ ഇല്ല. ചുമ്മാ 200 300 വെറുതെ കളയേണ്ട കാര്യമല്ലോ. അല്ലെങ്കിൽ പിന്നെ വന്നു അത് റിട്ടേൺ വിട്ടു അതൊക്കെ ഭയങ്കര ഇത്. അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ഇടാം, പുറത്തോട്ടൊന്നും ഓവർ സൈസ്ഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇടാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആക്ച്വലി ഈ ഒരു ടീഷർട്ട് സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ടീഷർട്ടാണ് ബിലീവ് എന്ന് പറഞ്ഞത്. അതിനകത്ത് ലൈറ്റ് കളറാണ് കാണിക്കുന്നതെങ്കിലും ഇത് ഡാർക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബർ ചോയ്സ് ആണ്. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ എടുത്ത ഡ്രസ്സാണ്. എനിക്ക് ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡാണ് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് കാണാം, പക്ഷെ നേരിട്ട് കാണാൻ ആ ലുക്കില്ല. അപ്പോൾ ആ കുട്ടിയോടാണ് ഞാൻ പറയുന്നത്, പേര് എന്നാന്ന് ഓർക്കുള്ള എന്നോട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കളറാണെന്ന് ഓർത്ത് പർച്ചേസ് ചെയ്യല്. ഡാർക്ക് കളറാണ്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് വേറൊരു മെറ്റീരിയലാണ്, അതിൽ കാണിക്കുന്നതിനെക്കാട്ടും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ടീഷർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, ലിങ്ക് എടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നമ്മുടെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, നമ്മുടെ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇനിയും കാണാം. അപ്പോൾ ഇനിയും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.